ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സൂര്യജിത്ത് LU2LCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കലും കൂടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വട്ടം ഒരു ഫ്ലോട്ടിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കയറി കാണുക ഗൈസ്. അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു നമുക്കിവിടെ ബോണറ്റ് വെക്കണം, ഗ്ലാസ് ഷീറ്റ് വെക്കണം, പിന്നെ റൂഫ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുത്തു മാറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലാസ് ഷീറ്റും ഇപ്പോൾ ഈ ബോണറ്റും വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ശിവനെ പൊക്കാനൊക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇച്ചിരി പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഗ്ലാസ് ഷീറ്റും ഇതും വെക്കുന്നില്ല. ഇന്ന് നമ്മൾ കടമെല്ലാം തുറന്നിരിപ്പുണ്ടെങ്കിൽ HD ബാറ്ററിയും ലൈറ്റും എല്ലാം മേടിച്ചുകൊണ്ട് വരുന്നതാണ്. ഇനി നമുക്ക് സൈഡ് ലുക്കിലോട്ട് പോകാം. സൈഡ് ലുക്കിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ തീപ്പെട്ടികൾ ഞാൻ സ്പീക്കറിന് വേണ്ടിയാണ് വെച്ചത്. പക്ഷേ ഇപ്പോൾ സ്പീക്കറിന് പകരം മറ്റെന്തോ ആയി തീർന്നിട്ടുണ്ട്. അത് അലമ്പായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരിടത്ത് മാറ്റണം. ഇനി നമുക്ക് സൈഡ് ലുക്കിലോട്ട് പോകാം. സൈഡ് ലുക്കിലോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് സൈഡ് ലുക്ക് എന്ന് പറയുമ്പോൾ ഉണ്ടാവും. നമ്മുടെ ശിവൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കാർഡ്ബോർഡ് വെച്ചാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മളിതെല്ലാം മാറ്റി ഈ തെർമോക്കോൾ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അജഗജാന്ത്രമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പുറകുവശത്തേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ശിവരാടോന്നുള്ള ബോർഡ് വെക്കുമെന്ന്. അപ്പോൾ അതിന് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് വന്നൊരു ഐഡിയ ആണ് അസുരനെ വെച്ചാലോന്ന്. ഒരു അസുരനെയും വെച്ചിട്ടുണ്ട്. ശിവൻ മാത്രമുള്ളതുകൊണ്ട് ഒരു ബോറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഇതെടുത്ത് മാറ്റാം. തുണി എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും വിചാരിക്കരുത്. കണ്ട നമ്മൾ അസുരൻ്റെ തല ഒന്നും എഴുതിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് തെർമോക്കോൾ കിട്ടും. പിന്നെ നമ്മൾ അതിൻ്റെ ആവശ്യമില്ല ഗൈസ്. അതുകൊണ്ടാണ് ഇനി നമുക്ക് ശിവനെ ഒന്ന് പൊക്കി കാണിച്ചു തരാം. ഓക്കെ, ശിവനെ നോക്കി കാണിച്ചു തരാം. ഇനി ശിവനെ പൊക്കി കാണിച്ചു തരാം. അല്ലാണ്ട് ഈ മുളയെ പിടിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ മതി, എന്നിട്ട് താത്താൽ മതി. ഇനി നമുക്ക് അസുരനെ പൊക്കുന്ന കാണിച്ചു തരാം. ഇതെല്ലാം കൂടെ വർക്കൗട്ട് ആക്കും നമ്മൾ. അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. അതെല്ലാം കൂടെ നമ്മൾ വർക്കൗട്ട് ആക്കുന്നത്. ലൈറ്റൊക്കെ ഞാൻ വിചാരിച്ചാൽ അതൊക്കെ ലൈറ്റ് വന്നിട്ട് വർക്കൗട്ട് ചെയ്യാണ്. അസുരനെയും മുളക്കമ്പി പിടിച്ച് തന്നെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ നിർത്താനൊക്കും. ഈ മഹാദേവനും ഈ അസുരനുമായിട്ടുള്ള യുദ്ധമുണ്ട്. അത് നമ്മൾ ഉടനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിച്ച് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ട് ഗൈസ്. എന്നാലേ ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പം തുടങ്ങിയൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.